ഗൈഡ് ലൈനിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പേരുകൾ അവരടിച്ചു തന്നാൽ ഞങ്ങൾ അതനുസരിച്ച് സിനിമ എടുക്കാം. എങ്ങോട്ടാണ് നമ്മളിത് പോകുന്നത്? നമുക്ക് പേരിടാൻ പറ്റുകയില്ല. നമ്മളുടെ കഥാപാത്രങ്ങൾ ഹിന്ദു മതത്തിൽ പെടുന്നവരാണെങ്കിൽ എങ്ങനെ പേരിട്ടാലും ഒരു ദേവൻ്റെയോ ദേവിയുടെയോ പേരായിരിക്കും. നാളെ എൻ്റെ പേര് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊരു വളരെ ജെന്യുവിനായിട്ടുള്ള പേടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സംവിധാനം, തിരക്കഥാ സംഭാഷണം, സംവിധാനം ഉണ്ണികൃഷ്ണൻ വെച്ചാൽ മാറ്റി വേറെ ഏതെങ്കിലും പേരിടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാള സിനിമയിലെ ഏറ്റവും വിഖ്യാതരായ വില്ലന്മാരെ എടുക്കൂ നിങ്ങൾ. പത്രം എന്ന സിനിമയിലെ വില്ലൻ്റെ പേരെന്താ? വിശ്വനാഥൻ എന്നാണ്. നാളെ അത് ഇടാൻ പറ്റുമോ? എൻ്റെ അവസാനത്തെ സിനിമയിലെ വില്ലൻ്റെ പേര് ത്രിമൂർത്തി എന്നാണ്. എനിക്കത് ഇടാൻ പറ്റുമോ? ജാനകി എന്ന പേരിട്ട് ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ഞാൻ എഴുതി സംവിധാനം ചെയ്ത ടെലിഫിലിമിന് എനിക്ക് 6 സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അന്നും മഴയായിരുന്നു എന്ന് പറയുന്ന സിനിമ, അതിൽ ജാനകി ഉണ്ട്. ഇതാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഷോക്കോസ് നോട്ടീസ് കിട്ടാനാണ്. എന്താണ് അവരതിൽ പറയുന്നതെന്ന് നമ്മൾ നോക്കും. ആ സംവിധായകനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിനോട് നിയമപരമായി നീങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഇതിലുണ്ടാകും. അത് തീർച്ചയായിട്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകും. അതിനെന്താ ഒരു സംശയവും വേണ്ട കാര്യത്തിനകത്ത്. നോക്കട്ടെ, ഇവിടെ നമുക്കൊരു നിയമ സംവിധാനം ഉണ്ടല്ലോ, നമുക്ക് കോടതിയെ ആശ്രയിക്കാമല്ലോ. ഇവിടെ എന്ത് തരത്തിലുള്ള ഒരു നിയമത്തിൻ്റെ മുകളിലാണ് ഈ ആവശ്യമെന്നുള്ളത് ഞങ്ങൾക്കറിയണം. അത് അത്തരത്തിലൊരു സുതാര്യത കിട്ടിയാൽ ഞങ്ങൾ അതിനെ ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഗൈഡ് ലൈനിൽ പറയട്ടെ, ഇന്ന പേരുകൾ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയട്ടെ, നമ്മളതിന് തയ്യാറാണ്. ഞാൻ നിങ്ങളോട് വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ചോദിക്കുകയാണ്. തൻ്റെ ഭർത്താവ് തന്നോട് ചെയ്ത അനീതി മാത്രമല്ല, ഒരു ഭരണകൂടം തന്നോട് ചെയ്ത അനീതിക്കെതിരെയാണ് കുമാരനാശാൻ്റെ സീത ശബ്ദിച്ചത്. ചിന്താവിഷ്ടയായ സീത, പാവയോ ഇവൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് ഇതാണ് യുക്തിയെങ്കിൽ സീതയ്ക്ക് ചിന്താവിഷ്ടയാവാൻ സാധിക്കുമോ? അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹവും ഞാനും ഇന്നലെ ഒരു ചടങ്ങിലുണ്ടായിരുന്നു. ശ്രീ സിബി മലയിലിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ 40 വർഷം നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിച്ചത്. അദ്ദേഹം ആ ചടങ്ങിലുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ വിവരം അറിയുന്നില്ല. ഞാൻ വീട്ടിൽ വന്ന ശേഷം അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ഞാൻ നേരിട്ട് അതിലിടപെട്ട് സംസാരിച്ചു, എന്നിട്ടും പ്രതികരണമില്ലെന്നാണ് പറയുന്നത്. ഇതിനകത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ. ഇവരാരും ഇവർ അറിഞ്ഞിട്ടുമില്ല, ഇതിനോടൊപ്പമാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ ഏതൊക്കെയോ ഉദ്യോഗസ്ഥ തലത്തിലോ ഒക്കെ നടക്കുന്ന കാര്യമായിരിക്കാം ഇത്. ഇവിടുത്തെ കമ്മിറ്റി ഈ പടം കണ്ട് അവർ തൃപ്തികരമാണെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത സിനിമയാണ്. ഇത് ഒപ്പിടാതെ വെച്ചിരിക്കുന്നത് മുംബൈ ഓഫീസാണ്. അദ്ദേഹം പ്രധാന കഥാപാത്രമാണ്. അദ്ദേഹമാണ് ജാനകിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നത് ഈ സിനിമയിൽ. മനസ്സിലായോ? നമ്മളെക്കാളൊക്കെ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. അല്ല, നമ്മളെക്കാളൊക്കെ ഇടപെടൽ നടത്താൻ കഴിയുന്ന ആളാണ് എന്ന് പറഞ്ഞ ഭരണതലത്തിലാണ്. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, ഇതൊരു ഗവൺമെൻറ്റൽ ഡിസിഷനോ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഡിസിഷനോ ആണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വ്യക്തതയുമില്ല. കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഡിസിഷൻ വന്നപ്പോൾ തന്നെ ഞാൻ അത് ഇടപെട്ട് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സംസാരിച്ചത് ആരോടാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ആ സംസാരത്തിന് എന്തെങ്കിലും ഫലമുണ്ടോ എന്നുള്ളത് നാളെ വരെ നമുക്ക് കാത്തിരിക്കാം. ഇന്നിപ്പോൾ ഓഫീസില്ലല്ലോ. നാളെ എന്തായാലും ഈ പ്രവീണിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷോക്കോസ് വരട്ടെ. ഷോക്കോസ് വന്നിട്ട് എന്താണ് അവരതിൽ കാരണം പറയുന്നതെന്ന് നോക്കട്ടെ. പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്നത് ഇതിന് ഒരു പ്രസിഡൻസ് ഉണ്ടെന്നുള്ളതാണ്. പത്മകുമാറിൻ്റെ സിനിമ, നിങ്ങൾ അദ്ദേഹത്തെ കാണണം. തിരുവനന്തപുരത്തുള്ള ആളല്ലേ അദ്ദേഹം ഫിലിം മേക്കറാണ്. അദ്ദേഹം എന്നിട്ട് ജയന്തി എന്ന് മാറ്റിയിട്ടാണ് ആ സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന പങ്കാളിയുടെ പേര്, അല്ല പങ്കാളിയല്ല, സുഹൃത്താണെന്ന് തോന്നുന്നു, എബ്രഹാം എന്നുള്ളത് മാറ്റാനാണ് പറയുന്നത്. അല്ല, രാവണപ്രഭുവിലും ജാനകിയാണ് നായിക. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പേര് നിരോധിക്കുമെന്നാണ് എൻ്റെ പേടി. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക രാവണപ്രഭു നിരോധിക്കുമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് നമ്മളുടെ ഒരു പേര് എന്ന് പറയുന്നത് നമ്മളുടെ സ്വത്വബോധവും നമ്മുടെ കർത്തൃത്വമായിട്ട് ഒരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ്റെ പേര് എൻ്റെ അമ്മ ഇട്ട പേരാ ഉണ്ണികൃഷ്ണൻ പേര്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു കർത്തൃത്വത്തിന് ആ പേരുമായിട്ട് എന്താ ബന്ധമുള്ളത്? നിങ്ങൾ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കുമ്പോൾ ഞാൻ വിളി കേൾക്കുന്നു എന്നല്ലാതെ മറ്റു തരത്തിലുള്ള റെഫറൻസുകൾ അതിനകത്തില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഉള്ള പേരുകളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്തരം യുക്തിയെങ്കിലും ഇവർ ആലോചിക്കണ്ടേ?